ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോയാണ്. അതായത് നമ്മുടെ ചക്ക ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും നല്ല ചക്ക. അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഫ്രൈ ആക്കി മക്കൾക്ക് ഒന്ന് കൊടുത്താൽ അടിപൊളിയായിരിക്കും. കുട്ടികൾക്ക് ചായൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ ചക്ക നന്നായിട്ട് ഒരു പച്ച ചക്ക എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് നീളത്തിൽ തന്നെ കീറിയെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം മിക്സാക്കി വെക്കാം. നമ്മൾ ചക്കയിൽ ഡയറക്റ്റായിട്ടൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്താണ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചക്കയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി കുടഞ്ഞിട്ട് അതായത് മിക്സാക്കി എടുക്കുക. വേണ്ട മഞ്ഞ കളർ വേണം എന്നുള്ളത് മാത്രം കേട്ടോ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കുക. നല്ല ചൂടാകുന്ന സമയത്ത് എന്താക്കുക, ചക്ക കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മളെല്ലാവരും പ്രശ്നമാണ് ചക്ക പൊരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് തന്നെ എന്താക്കുക, പദം വെച്ച് പോവാന്നൊക്കെ പറയില്ലേ, തണുത്ത് പോവാന്നൊക്കെ പറയില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്ന ചക്ക നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രൈ ആക്കി വെച്ചതിന് ശേഷം വീണ്ടും അതേ എണ്ണയിലിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. എന്നാൽ നമുക്ക് ഒരിക്കലും ചക്ക പദം വെച്ച് പോരാ, തണുത്ത് പോവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നല്ലൊരു ചെയ്ത് നോക്കിയാൽ മതി, അതൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറാകുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ അധികം ചെറുതാക്കി മുറിച്ചിട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് എണ്ണയുടെ ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടി തന്നെ മുറിച്ചിടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. പിന്നെ ചക്ക എടുക്കുന്ന സമയത്ത് അധികം ഇളയ ചക്ക എടുക്കരുത്, അത്യാവശ്യം മൂത്ത ചക്ക തന്നെ എടുക്കണം. എന്നാൽ നമുക്ക് നല്ല ചക്ക ഫ്രൈ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചക്കത ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപ്പ് കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് എണ്ണയിലേക്കൊണ്ട് ഡയറക്റ്റ് പാർന്നു കൊടുക്കുക. എന്നാൽ നമുക്ക് ചക്കയിലേക്കുള്ള ഉപ്പാവും. നമ്മൾ ഈ വെള്ളം പൊട്ടിക്കഴിഞ്ഞ സമയം വരെ നമ്മൾ എന്താക്കുക, എണ്ണയിൽ തന്നെ ചക്ക വറുത്തതിനെ വെക്കുക. എന്നിട്ട് ആ പൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ അതിന് പൊട്ടലൊക്കെ മാറിയതിന് ശേഷം മാത്രമായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ ഉപ്പ് നന്നായിട്ട് ചക്കയിലൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ അതുവരെ വെക്കുക, എന്നിട്ട് കോരി മാറ്റി വെക്കണേ. ഉണ്ടല്ലോ, ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് രണ്ടാമതും കുറച്ചുകൂടി ഇതിൽ ചൂട് തണിഞ്ഞതിന് ശേഷം, അതായത് നന്നായിട്ട് ചൂടെല്ലാം ആറിയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ എന്താക്കാണ്, ആ എണ്ണയിലിട്ട് ഒന്നും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് പെട്ടെന്ന് തണുത്തു പോവും, അതായത് പഞ്ഞി പോലായി പോവും, ഒട്ടും ക്രിസ്പി ഇല്ലാത്ത രീതിയിലായിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ഫ്രൈ കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒക്കെ പൊരിച്ചതിന് ശേഷം ഒന്നും കൂടി ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെ കുഴച്ചെടുത്തതാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചക്കയിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടിയുള്ള വ്യത്യാസം നമുക്ക് നോക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചക്ക അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റത്തെ പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ അത്യാവശ്യം മുരിഞ്ഞ സമയത്ത് കുറച്ച് നമ്മൾ ഉപ്പ് കലക്കി വെച്ച് വെള്ളം എടുക്കുക, ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേനെ വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് പോകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കോരിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊരിച്ചിട്ട പഠനം നമ്മുടെ ചക്കക്ക് നല്ല ക്രിസ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അടിപൊളിയാക്കിയെന്നല്ല, കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പദം വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി അത് പൊരിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ നമുക്ക് അടിപൊളി ക്രിസ്പി ചക്ക വറുത്ത് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉണ്ടല്ലോ, ഞാൻ എല്ലാം പൊരിച്ചതിന് ശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുകയാണേ.
അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ സ്പോട്ടിൽ തന്നെ നമുക്കത് കോരിയെടുക്കാം. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ വെള്ളം അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മുരിഞ്ഞതൊക്കെ അത്യാവശ്യം ചെറുതാക്കി മുറിച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ കനത്തിലും മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് ഒന്നായിട്ട് കോരിയെടുക്കാം. നല്ല അടിപൊളി ക്രിസ്പി ചക്ക വറുത്തത്. ഇപ്രാവശ്യം നമ്മൾ ഒരുവിധം എല്ലാ വീട്ടിലും ചക്ക ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കോ എന്തായാലും അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എല്ലാ പ്രചോദനവും നൽകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.